ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ആൻഡ് ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ ടോപ്പിക് ആണ് ഇന്ന് ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രം ഗോഡ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു അദർശ ശക്തിയിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. സോ ഇതിന്റെ തമ്പനിൽ കണ്ട് നിങ്ങൾ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ മെസ്സേജ് ഫോർ യു. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേജിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി എന്നോട് തന്നെ നേരിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം. എന്താണ് ഏഞ്ചൽ മെസ്സേജ്, എന്താണ് യൂണിവേഴ്സൽ മെസ്സേജ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ്, ആ ഒരു ദ മോസ്റ്റ് പവർഫുൾ എനർജി നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് വൈബ്രേഷൻ ആണ് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ദിസ് എനർജിയെ. ആൻഡ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് ഈ എനർജിയുടെ അടുത്ത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് രീതി, നിങ്ങൾ ഏത് റിലീജനോ എന്തിലോ ആകട്ടെ, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ഉണ്ട്, ഭയങ്കര ബാലൻസ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ആരൊക്കെ നിങ്ങളെ എതിർത്താലും, ആരൊക്കെ അത് അങ്ങനെയൊന്നും ഇല്ല, ഇത് മണ്ടത്തരമാണ് എന്ന രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു വിശ്വാസത്തിന് ആരൊക്കെ എഗൻസ്റ്റ് പറഞ്ഞാലും തകർക്കാൻ സാധിക്കില്ല. ആ ഒരു നിങ്ങൾ വളരെ ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് സംഭവം എവിടെയൊക്കെ എനിക്ക് ലിയോ എനർജി ഫീൽ ചെയ്യുന്നു. നിങ്ങൾ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. മേ ബി ലിയോ സോഡിയാക് സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫയറി എലമെന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ചാർട്ടായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. അതായത് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സെൽഫ് ലവ് വേണ്ട, നിങ്ങൾക്ക് വേണം എന്നുള്ളത് എന്താണോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ യൂണിവേഴ്സിനെ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ആർ ബോൾഡ്, ബ്രേവ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഈ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ അവരത് ചെയ്തു, നമുക്കത് ചെയ്യാം, അങ്ങനത്തെ ഒരു രീതി വരുന്നുണ്ട്. സോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾ ബോൾഡായതിനും, നിങ്ങൾ ഈഗോയിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോഡ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് പവറിൽ മുന്നോട്ട് പോവുക. ചുറ്റുമുള്ളവർ നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോയാണ്. അവർക്ക് നിങ്ങളെ പോലെ ആകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് അവർ നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് ദിശയിലേക്കാണോ പോകുന്നത് അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. അത് ശരിയാണെങ്കിൽ ആ വഴിയിലേക്ക് നീങ്ങുക. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസവും ബോൾഡ്നെസ്സും തന്നെയാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ, മുന്നോട്ടുള്ള നിങ്ങളുടെ ശക്തി, മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രോസ്പെറിറ്റി, അല്ലെങ്കിൽ അബണ്ടൻസ്, അല്ലെങ്കിൽ സക്സസ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി പറയുന്നത് പോലെ കുറെ ആൾക്കാരുടെ പിന്നിലോ, അല്ലെങ്കിൽ കുറെ ആൾക്കാർ റോൾ മോഡലാക്കി വെച്ചോ നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ബോൺ ലീഡറാണ്. നിങ്ങളുടെ പാത്ത് വേറൊരാൾ പോയ വഴിയെ നടക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റൊരാളിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് ഒരു കാര്യം നേടാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് പോസിബിൾ അല്ല. സ്വന്തമായുള്ള സാമ്രാജ്യം ഒരു രാജാവിനെ പോലെ പടുത്തെടുക്കുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കുക. മറ്റൊരുത്തനെ ഡിപ്പെൻഡ് ചെയ്ത് അയാളുടെ പാതയിൽ നടന്നാൽ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നിങ്ങൾ സ്വന്തമായി വളരേണ്ട, സ്വന്തമായി സ്റ്റേബിൾ ആകേണ്ട ഒരു കിങ് ആണ്.
ഇഫ് കിങ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് അസൂയ വരും, നിങ്ങളെ അടിച്ച് താഴെ ഇടാൻ ശ്രമിക്കും. അവരെക്കാൾ വലിയ ഹൈ വൈബ്രേഷൻ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ട്രോമാസും പെയിനും ഒറ്റപ്പെടലുകളും ഉണ്ടാകും. അത് അവർ നിങ്ങളെ അവരുടെ ആ ഒരു ലെവലിലേക്ക് വലിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതാണ്. അതിലേക്ക് വീഴരുത്. ഗോ സ്ട്രെയിറ്റ്. നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ ഒരു പറ്റം ആട്ടുംകുട്ടികളുടെ ഇടയിൽ നിൽക്കേണ്ട ആളല്ല നിങ്ങൾ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇനിയെങ്കിലും കണ്ണു തുറക്കുക. നിങ്ങളുടെ അടുത്ത് ആ ഒരു പവർ ഉണ്ട്. നിങ്ങൾ ഓട് വൺ ഔട്ടാണ് എങ്കിൽ ദിസ് മെസ്സേജസ് ഫോർ യു. വർക്ക് ഓൺ യുവർ സ്ട്രെങ്ത്, വർക്ക് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇനി അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ പറയും, എനിക്ക് വയസ്സായില്ലേ, എൻ്റെ ഏജൊക്കെ കഴിഞ്ഞില്ലേ, എനിക്ക് കുട്ടികളായില്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞില്ലേ. നിങ്ങൾ കുട്ടികളായെന്നോ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞെന്നോ നിങ്ങൾക്ക് വയസ്സായെന്നോ നത്തിങ് മാറ്റേഴ്സ്. ഓക്കെ, സക്സസ് ഏത് പ്രായത്തിലും വരാം, ട്രാൻസ്ഫോർമേഷൻ ഏത് പ്രായത്തിലും വരാം, പ്രണയവും ഏത് പ്രായത്തിലും തോന്നാം. സോ ഈ ഒരു കറണ്ട് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഈ ഒരു ചിന്താഗതിയിൽ എത്തിയില്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു എനർജി വെച്ച് നിങ്ങളുടെ എനർജി കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്താ അവിടെ എത്താത്തേ, ഞാൻ എന്താ ഇവിടെ എത്താത്തേ കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനത്തെ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈവൻ വേറൊരാളുടെ ബാക്കിൽ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. ചൂസ് യുവർ ഓൺ വേ. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പോലും നിൽക്കാൻ ഡിസേർവ് ചെയ്യുന്നവരല്ല. സോ അവരെ വെച്ച് നിങ്ങൾ തൂക്കിയാൽ അവരുടെ വൈബ്രേഷനിൽ ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അവരുമായി നിങ്ങളുടെ കമ്പാരിസൺ പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പല വഴിയിലും നിങ്ങളെ പുഷ് ചെയ്യാനും തള്ളിവിടാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ നിങ്ങളുടെ വഴി എന്താണ്, നിങ്ങൾ ഏത് സ്റ്റെയർ ആണ് കയറേണ്ടത്, എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ആ ഒരു പോയിന്റ് എന്താണ് അത് കണ്ടുപിടിക്കുക. അല്ലാതെ ബൗണ്ടറീസിൽ നിന്ന് മറ്റൊരാളുടെ പിറകിൽ പോയാൽ നിങ്ങൾക്കൊന്നും ഈ ഒരു ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു പല സന്ദർഭത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ട്രോങ് എനർജി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതല്ല നിന്റെ പാത്ത് നീ തേടിപ്പോ എന്ന രീതിയിൽ പലപ്പോഴും ഈ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോപ്പ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ പോപ്പ് അപ്പ് ചെയ്തത്. 555, 444, 999, 777, 111 എന്നിവ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ശേഷം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ട്രൂലി ഇത് നിങ്ങളുടെ മെസ്സേജാണ്. ട്രൂലി ഇത് പാലിക്കുക. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ഡിസ്കസിങ് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജി, മേ ബി നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതിലെല്ലാം ഒരു ബൂസ്റ്റിംഗ് എനർജി ഉണ്ട്, ഒരു പാഷനറ്റ് എനർജി ഉണ്ട്. ആൻഡ് അത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരെ സ്റ്റക്ക് ആക്കുന്നുണ്ട്. സോ അവർ വളരെയധികം ഡിസ്റ്റർബ്ഡും കൺഫ്യൂസ്ഡും ആകുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു കണ്ണ് എയർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഒത്തിരി ലൈറ്റുള്ള വ്യക്തികളായതുകൊണ്ട് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കാനും താഴേക്ക് വലിച്ചിടാനും ഒത്തിരി എനർജീസ് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒത്തിരി ആൾക്കാർ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് റിലീജിയനിലാണ് നിൽക്കുന്നത് ആ ഒരു റിലീജിയൻ അനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ധരിച്ചിരിക്കുക. പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ആഴ്ചയ്ക്ക് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടത്? ഒരാഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് എപ്സം സോൾട്ട്, അതായത് ഉപ്പ്, കല്ലുപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. നിങ്ങളുടെ ബോഡിയിൽ മുഴുവൻ ഉപ്പ് വെള്ളത്തിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു സീ ബാത്ത് നടത്താവുന്നതാണ്. അത് കടലിൽ പോയിട്ട് ഉപ്പ് വെള്ളത്തിൽ കാലൊക്കെ കാണിച്ച് അത് നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന എനർജിയാണ് ഈ ഒരു സീ ബാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കുട്ടികളെയും ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സീ ബാത്തിന് വിടുക. അത് നമ്മുടെ ശരീരത്തെ ടോട്ടലി ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളിൽ ക്ലോഗ് ആയിരിക്കുന്ന നെഗറ്റീവ് എനർജി എടുത്തു കളയാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ പുതിയ വരുന്ന നെഗറ്റീവ് എനർജിയെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലാക്ക് യോണെക്സോ, ടൈഗർ ഐയോ, അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമലിൻ ബ്രേസ്ലെറ്റോ, പൈറൈറ്റ് ബ്രേസ്ലെറ്റോ യൂസ് ചെയ്യാവുന്നതാണ്.
ബിക്കോസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജി നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗോൾ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റാത്തതിന്റെ റീസൺ ഈ കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ എനർജി അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന എനർജിയാണ്. സോ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്യുക. ആൻഡ് ഈവൻ നിങ്ങൾക്ക് മനസ്സിലാണ് ഇങ്ങനെ ക്ലോഗ് ആയി കിടക്കുന്ന, മനസ്സൊരു വെയിറ്റ് ആയി തോന്നുന്നു, മനസ്സിലൊരു റിലീസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുകുതിരിയിലേക്ക് ഒരു 20 സെക്കൻഡ്സ് എങ്കിലും നോക്കിയിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ ആ ഒരു മെഴുകുതിരിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫയർ എനർജിയിൽ, അല്ലെങ്കിൽ ഇവൻ ഒരു വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിന്റെ ഫ്ലെയിമിൽ നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് അതിനകത്ത് കത്തിക്കരിഞ്ഞു പോകും. അതായത് നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഈ ഒരു മെഴുകുതിരിയിലേക്ക് കത്തി എരിഞ്ഞു പോകുന്നു. ബിക്കോസ് ഫയർ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് നെഗറ്റിവിറ്റി അതിനകത്ത് കൊണ്ടിട്ടാലും അത് ഭസ്മമാക്കി കളയും അല്ലെ. അപ്പൊ നമുക്ക് ഇമോഷണൽ ട്രോമാസ്, നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഓക്കെ മനസ്സിലുണ്ടെങ്കിൽ, ശരീരത്തിലല്ല മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അത് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നാളെ ഒരു പോസിറ്റീവ് ദിവസമാണ്. നാളത്തെ ദിവസം, അതായത് 21, ഓക്കെ, അതിൽ ആ ഒരു ഫുൾ മൂൺ എനർജിയിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നാളെ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സോൾട്ട് ബാത്ത് ചെയ്യുക. ഇത് ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങൾക്കിത് ഒരു ഫുൾ മൂൺ ഡേയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ഫുൾ മൂൺ ഡേയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നിങ്ങൾക്ക് മേടിച്ചു വെച്ചിട്ട് ഒരു ഫുൾ മൂൺ ഡേയുടെ അന്ന് ഇടാവുന്നതാണ്. ഓക്കെ, അത് ഹൈലി വൈബ്രേഷണൽ ആയിരിക്കും, അത് ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നാളെ നിങ്ങൾക്ക് 11 വൈബ്രേഷൻ അല്ലെങ്കിൽ 111 വൈബ്രേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ സ്പിരിച്വാലിറ്റിയിൽ എൻ്റർ ചെയ്യേണ്ട ആൾക്കാരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ സ്പിരിച്വാലിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻസിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ മെഴുകുതിരി കത്തിച്ചിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അത് പറയാൻ ശ്രമിക്കുക. ഈവൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറമെ ചന്ദ്രന്റെ എനർജിയിൽ വെച്ച് ചാർജ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു സമയം, ആ ഒരു നൈറ്റ് സമയം നിങ്ങൾക്ക് ക്രിസ്റ്റൽസുമായി സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ ഡിസയർ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ് എന്ന രീതിയിൽ അതിനോട് സംസാരിക്കാം. ആൻഡ് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഫുൾ മൂൺ ഡേ പവർഫുൾ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ക്ലോക്ക് ആയിട്ടുള്ള എനർജിയും നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയിലും നിങ്ങൾ ഡിസ്ട്രാക്ട് ആയി പോകാതെ, ചിതറിപ്പോകാതെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഓൾവേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാത്തിലേക്ക്, അതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഗെയിൻ ആയിക്കോട്ടെ, സ്പിരിച്വൽ ഗെയിൻ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കർമ്മം ശരിയാണോ എന്ന് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ ചിന്തിക്കുന്ന കറക്റ്റ് ആണോ, ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ചെയ്തു കൊടുത്ത കറക്റ്റ് ആണോ. നിങ്ങളുടെ കർമാസ് കറക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ എനർജീസ്, ക്ലോഗ്ഡ് ആയിട്ടുള്ള എനർജീസ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ടോക്സിൻസ് ഇറങ്ങിപ്പോകുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എത്താൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ടോക്സിൻസ് ആണ് നിറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും പറയുന്നത് പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ പാർട്ടി നടത്തണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ, എന്ത് വേണമെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണം എങ്കിൽ ആ അലങ്കോലമായി കിടക്കുന്ന ഹാളിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ വൃത്തിയാകും. അല്ലെങ്കിൽ ഫുള്ളി കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു മുറിലീനി ഒരു മേശയും കട്ടിലും കൂടി ഇടണമെന്ന് പറഞ്ഞാൽ നടക്കും? ഇല്ല. അപ്പോ നമുക്ക് ആ റൂമിനെ സ്വസ്ഥമാക്കി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതുപോലത്തെ മാനിഫെസ്റ്റേഷൻ ആക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ആദ്യം നമ്മൾ അൺക്ലോഗ് ചെയ്യണം, നമ്മുടെ ടോക്സിൻസ് എനർജീസ് എടുത്ത് കളയണം. ഓക്കെ, ഇപ്പൊ ഈവൻ ക്രിസ്റ്റൽ നിങ്ങൾ ധരിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് എനർജീസിനെ അത് റിലീസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഉള്ളി അത് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇവൻ നിങ്ങൾ ടോക്സിൻ റിലീസ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് സോൾ ആണെങ്കിൽ നിങ്ങൾ ഇട്ട അന്ന് തൊട്ട് തന്നെ നിങ്ങൾക്ക് എഫക്റ്റ്, എനർജി ഷിഫ്റ്റ്, ചുറ്റുമുള്ള എനർജി ചേഞ്ചസ് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആഗ്രഹം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇൻസെക്യൂരിറ്റീസ്, വിഷമങ്ങള്, അല്ലെങ്കിൽ നടക്കൂലേ എന്നുള്ള ചിന്തകള്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടർ ചക്ര, അതായത് നിങ്ങളുടെ റൂട്ട് ചക്ര, ഇതൊക്കെ എന്താണ് ഇംബാലൻസ്ഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ എർത്ത് ചക്ര, ദാറ്റ് മീൻസ് റൂട്ട്, സോളാർ പ്ലെക്സസ്, ഇങ്ങനത്തെ ചക്രാസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ നെറ്റിൽ പോയി നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ചക്രാസ് ബ്ലോക്ക് ആയിരിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ
ശരീരത്തിലും ഇഷ്ടംപോലെ ചക്രാസ് ഉണ്ട്, ഇഷ്ടംപോലെ എനർജി പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഇന്നർ പീസ്, ഒരു ഇന്നർ എനർജി, ഒരു ഊർജ ഫീൽ ചെയ്യും. അതാണ് മനുഷ്യന്റെ എനർജി. ആഫ്റ്റർ അറ്റൈനിങ് ദാറ്റ് ഒള്ളി, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഗെയിൻ ഉണ്ടാവുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ ഈ ഊർജ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ യൂണിവേഴ്സിന്റെ വൈബ്രേഷന്റെ കറക്റ്റ് വൈബ്രേഷനിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നാൽ എനിക്ക് മുട്ടായി വേണം, ചോക്ലേറ്റ് വേണം എന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങൾ ഈവൻ കണക്റ്റഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവുകയില്ല. ഓക്കെ. ആൻഡ് ഈ ഹാങ്ഡ് മാനിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ എനർജി കൊണ്ട് സ്റ്റക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ തന്നെ സ്റ്റക്ക് ആയിരിക്കാം. പക്ഷെ ദർ ഇസ് എ ലൈറ്റ്. കണ്ടോ, ഈ ഒരു ലൈറ്റ് നിങ്ങളെ മുന്നോട്ട് തീർച്ചയായിട്ടും നയിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗോഡ് ആരുമാകട്ടെ, എന്ത് എനർജിയും ആകട്ടെ, എല്ലാം ഒരു എനർജി തന്നെയാണ്. അപ്പൊ ആ ഒരു ലൈറ്റ് നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ സ്റ്റക്ക് ആണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ എവിടെ സ്റ്റക്ക് ആണെങ്കിലും ലൈറ്റ് എനർജി, എന്താ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഹോപ്പ് ചെയ്യുന്ന, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു ലൈറ്റ് എനർജി ഇസ് ദെയർ ഫോർ യു. ലൈറ്റ് എനർജി, ലൈറ്റ് എനർജി, ലൈറ്റ് എനർജി എവ്രിവെയർ. എവിടെയും ലൈറ്റ് എനർജി ഉണ്ട്, നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കാവലിനായിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം നിങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലും വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു, പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നത്, അല്ലെങ്കിൽ ഞാൻ എസ്കേപ്പ് ആയത് ഒരു കാര്യത്തിൽ നിന്ന് എന്ന് എത്ര ആൾക്കാർ ചിന്തിക്കാറുണ്ട്, എത്ര ആൾക്കാർ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഈവൻ ആ ഒരു ലൈറ്റ് എനർജി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നേനെ. അപ്പൊ നമ്മുടെ പലപ്പോഴും പറയില്ലേ, കണ്ണുണ്ടായാൽ പോലെ കാണണം എന്ന്. ഓക്കെ, അതുപോലെ കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാവുകയുള്ളൂ എന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള എനർജിയെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നില്ല, നമ്മൾ അതിനെ കാണുന്നില്ല, അതിന്റെ പ്രസൻസ് മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഷെയ്ഡ് മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു എനർജി കൂടെ ഇല്ലാത്തവർക്കറിയാം സ്ട്രഗിൾസിന്റെ മേൽ സ്ട്രഗിൾസിന്റെ മേൽ സ്ട്രഗിൾസിന്റെ മേൽ സ്ട്രഗിൾസ്, അങ്ങനെ 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 അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പയൽ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഗോഡ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ആൻഡ് നീ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട് എങ്കിൽ അത് ഞാൻ തരുന്ന മെസ്സേജാണ്. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്, നീ എന്നെ വിശ്വസിക്കുക, നിന്റെ പാത്ത് എന്താണോ അത് നോക്കി മുന്നോട്ട് പോവുക, ഡിസ്ട്രാക്റ്റഡ് ആവല്ലേ, ചിതറിപ്പോകല്ലേ. പലരും പലതും പറയും, പല എനർജീസും നിന്നിൽ അട്രാക്ട് ആകും, അതിലൊന്നും നീ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. സ്റ്റക്കായോ, വെയിറ്റ് ചെയ്യുക, ചില സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുക, ചില സമയങ്ങളിൽ നീ കിടന്നോ, റെസ്റ്റ് എടുത്തോ, അത് ഓക്കെ ആണ്. എന്നിട്ട് നീ മുന്നോട്ട് പോവുക. ഒത്തിരി എക്സോസ്റ്റ് ആവണം, ഒത്തിരി നിന്നെയിട്ട് പണിയിപ്പിക്കണം, വർക്ക് ചെയ്യണമെന്ന് എനിക്കില്ല. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ഓക്കെ ആകുമ്പോൾ വീണ്ടും പുഷ് ചെയ്യുക. സക്സസ് നിനക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, കരിയറിലാണെങ്കിലും ശരി, ഫൈനാൻസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹൗ ടു ലീവ് എന്നൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജി പറയുന്നത്, ഗോ with the flow. സ്റ്റക്ക് ആണെങ്കിലും ശരി, ഗോ വിത്ത് ദ ഫ്ലോ. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ബെറ്റർ ആക്കാൻ, സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെഡിറ്റേഷൻ എന്താണെന്നറിയോ? കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ആം ഇനഫ്, ഞാൻ മതി എനിക്ക്, ഞാൻ മതി എനിക്ക്, മതി ഞാൻ എനിക്ക്, ഞാൻ മതി എനിക്ക്. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ മാനിഫെസ്റ്റേഷൻ. ഒരു മനുഷ്യന് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ്, എന്ത് കാര്യത്തിന് മുന്നോട്ട് പോകാനുള്ള ശക്തി. ഇറ്റ്സ് കൈൻഡ് ഓഫ് ടൈഗർ ഐ ബ്രേസ്ലെറ്റ്. ടൈഗർ ഐ ബ്രേസ്ലെറ്റ് ഇടുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ആവുന്നോ അത് തന്നെയാണ് ഐ ആം ഇനഫ്, ഐ ആം ഇനഫ്, ഐ ആം ഇനഫ് എന്ന ഫുൾ പവറിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഐ ആം ഇനഫ്, ഐ ആം ഇനഫ്, ഐ ആം ഇനഫ് എന്ന് 3-4 തവണ സ്ട്രെങ്ത് കൊടുത്ത് പറയാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ സിറ്റുവേഷനെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് ഫുള്ളി നിങ്ങൾ വിശ്വസിക്കുന്ന എനർജിയോട് ഭയങ്കര പ്രസന്റ് ആകും. എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം ബ്ലെസ്സിങ്സ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ബ്ലെസ്സിങ്സിൽ എപ്പോഴാണോ നിങ്ങൾ നന്ദി അറിയിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആവും, നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് വെച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അലൈൻ ആയിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങളിൽ വന്നു ചേരുക ചെയ്യും.
ആൻഡ് അഫ് കോഴ്സ് എനിക്കറിയാം ഈ ഒരു ടോപ്പിക് വളരെ ബോറിംഗ് ആണെന്നും ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ആകില്ലെന്നും. എപ്പോഴും കറണ്ട് ഫീലിങ്സും ലവ് ഇമോഷൻസും മാത്രമേ കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ എനർജി നിങ്ങൾക്ക് ബാലൻസ് ആയാൽ പോലെ നിങ്ങളുടെ സോൾമേറ്റിനെ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ഈവൻ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെറുതെ കറണ്ട് ഫീലിങ്സും അതും ഇതും കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അത് നിങ്ങളുടെ എനർജി ബാലൻസ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോവാ. എന്നും ടെററ്റ് റീഡിങ് കണ്ടുകൊണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ അഡിക്റ്റ് ആകാനല്ല പറയുന്നത്. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ സ്റ്റേബിൾ ആവുക. ഈവൻ നമ്മൾ തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാതെ ചുമ്മാതെ വീഡിയോ കണ്ടിറങ്ങി പോയിട്ട് യാതൊരു കാര്യമില്ല. ഈവൻ ഇതിനകത്ത് ലവ് ലൈഫിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ, ഒരു ബെറ്റർ ലൈഫ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ചിന്താഗതി, ഒരു ബെറ്റർ തോട്ട്ഫുൾ എനർജി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനാണ് ഓരോ ആൾക്കാരും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ബി പോസിറ്റീവ്, മാനിഫെസ്റ്റ് പോസിറ്റീവ്ലി, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നതാണ് പല ആൾക്കാരും നിങ്ങൾക്ക് അവരുടെ ചെറിയ ഇനിഷ്യേറ്റീവിലൂടെ, അവരുടെ വീഡിയോകളിലൂടെ നിങ്ങളടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എനർജി മനസ്സിലാക്കാം. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള എനർജി പോലും മനസ്സിലാക്കാതെ പല ആൾക്കാരും കമന്റ് സെക്ഷനിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് യാതൊരു ഗുണം കിട്ടുന്നില്ല എന്ന കമന്റ്സിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എനർജി എന്താണെന്ന് മനസ്സിലായിട്ടുള്ള, എനർജിയെ ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ഗുണമുണ്ടാകും. ഓക്കെ, ഈവൻ റെമഡീസ് പറഞ്ഞാൽ പോലും ചില ആൾക്കാർ അത് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന്. അതായത് നിങ്ങൾ പരിപൂർണമായി അതിൽ വിശ്വസിച്ച് ഒരു റെമഡി ചെയ്യാതെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിനകത്ത് 100% കൊടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ആൻഡ് അത് നമുക്ക് തിരിച്ച് ഫലം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക, അല്ലെ? നമ്മൾ അതിന് ഓപ്പൺ ആയിരിക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ട്രെമൻഡസ് അബണ്ടൻസ് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പോ എന്താണ്, ഒരു 4 കാർഡെടുത്ത് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് അബണ്ടൻസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാല് നത്തിങ് വിൽ ഹാപ്പൻ. യു മസ്റ്റ് വർക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടണോ, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് സക്സസ് കിട്ടോ? ഇല്ല, നമ്മൾ വർക്ക് ചെയ്യണം. ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് പൈസ കൊണ്ടാരെങ്കിലും കൊടുക്കോ? ഇല്ല, നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണെങ്കിലും സ്പിരിച്വൽ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കണം. ആൻഡ് യൂണിവേഴ്സിന്റെ പോളിസി അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗോഡിന്റെ പോളിസി അനുസരിച്ച്, ഇഫ് നീ പണി ചെയ്തിട്ടുണ്ടോ നിനക്ക് പ്രതിഫലം തരും. ചുമ്മാ ഇവിടെ ആർക്കും ഒന്നും തരാനില്ല. ഓക്കെ, നീ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടും. നീ വെറുതെ ചുമ്മാ ഫോണും കുത്തി നോക്കിയിട്ട് ഇത് തരണേ എനിക്ക് മാത്രം തന്നില്ലല്ലോ അപ്പുറത്തെ ആൾക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. നീ എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ നിനക്ക് നിൽക്കാൻ സാധിക്കൂ. നീ സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നിനക്ക് പ്രോഗ്രസ് ഉണ്ടാവൂ. എന്നും നീ 1000 വീഡിയോ കണ്ടിട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. വീഡിയോയിൽ കാണുന്ന കാര്യം ഒരു കാതിൽ കൂടെ കേട്ടോ മറ്റേ കാതിൽ കൂടെ കളയുകയാണെങ്കിൽ എന്നും നീ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ, എന്നും നിന്റെ ഫോണുമായി നീ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസിലേ നീ നിൽക്കത്തുള്ളൂ. ഈവൻ നിനക്ക് ഗ്രോത്ത് ഉണ്ടാവണോ, വച്ചടി കയറുക. സ്പിരിച്വാലിറ്റി, യൂണിവേഴ്സ്, വൈബ്രേഷൻ, കർമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, ബാലൻസ് ആകുക, ക്ലിയർ ആകുക, മുന്നോട്ട് റഷ് ചെയ്യുക. ഓരോ സ്റ്റെപ്പും റഷ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് മാറ്റങ്ങൾ, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. ശരിയാണ്, പല കാര്യങ്ങളും സ്ലോ പ്രോസസ് ചെയ്യാൻ പറയും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യുന്നത് ഒരു സ്ലോ പ്രോസസ് ആക്കാൻ ഞാൻ പറയില്ല. അത് റഷ് ചെയ്യുക. എത്രത്തോളം ബോണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അത്രത്തോളം യൂണിവേഴ്സിന്റെ ടോൺ, യൂണിവേഴ്സിന്റെ സംസാരം, യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോഡ് എന്താണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. എല്ലാ മനുഷ്യരിലും ഈ ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്. എല്ലാ മനുഷ്യരിലും തനിക്ക് ഫ്യൂച്ചറിൽ നല്ലത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്. പക്ഷെ അല്ല, എനിക്ക് പോസിറ്റിവിറ്റി ഉണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ശോഭിക്കും എന്നൊരു രീതിയിലൊരു ഇൻറ്റ്യൂഷണൽ പവർ, ഇല്യൂഷൻ അല്ല ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ കാണും, ഞാൻ രാജാവാകുന്നു, എനിക്ക് പൈസ കിട്ടുന്നു, എനിക്ക് ലോട്ടറി അടിക്കുന്നു, എനിക്ക് ലക്കാവും, ഞാനിങ്ങനെ വികസിച്ച് പോകുന്നു. ദാറ്റ് ഈസ് ഇല്യൂഷൻ. ആ ഇല്യൂഷൻ നിങ്ങളുടെ തേർഡ് ഐ ചക്രയെ ബ്ലോക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇല്ല, എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാനിത് ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇൻറ്റ്യൂഷനിൽ ഇത് പറഞ്ഞതാണ്, സോ ഐ ഹാവ് ദ കേപ്പബിലിറ്റി, എനിക്ക് അതിന് കഴിവുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറി കിട്ടുകയും നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും കിട്ടും. ഓരോ കാർഡ്സിനകത്തും ട്രമെൻഡസ് ആയിട്ടുള്ള
ഒത്തിരി അർത്ഥങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. സോ യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, നിങ്ങൾ പോകുന്ന ഇതിൽ പോവുക, നിങ്ങളുടെ ടോക്സിൻസ് ഫ്രീ ആക്കി ക്ലെൻസ് ചെയ്യുക. പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുക. യോഗ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പിരിച്വൽ ആവാൻ പറ്റും, യൂണിവേഴ്സുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിനും റിലീസ് ആകും. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ശീലിക്കാൻ ശ്രമിക്കുക. ഡൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം നിങ്ങൾ മരിച്ചുപോയ ഡൈഡ് ആയിട്ടുള്ള എനർജി ഇല്ലാത്ത ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ടോക്സിൻസ് തന്നെയാണ് വെക്കുന്നത്. എനർജി ഉള്ള അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഗ്രോത്ത് തരുന്ന ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഈ ഒരു ഡെഡ് ഫുഡും എന്താണ് ഈ ഒരു ഗ്രോ ചെയ്യിപ്പിക്കുന്ന ഫുഡും? ഇപ്പോൾ നമ്മൾ ചിപ്സ് കഴിക്കും അല്ലെ, ചിപ്സ്, കൊക്കോകോള, അങ്ങനത്തെ ഡ്രിങ്ക്സ്, ഇതെല്ലാം പ്രോസസ്ഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, കൊക്കോകോള കുഴിച്ചിട്ടാ കൊക്കോകോള മരം വരുമോ? ഇല്ല. അതുപോലെ തന്നെ പെപ്സി കുഴിച്ചിട്ടാ പെപ്സി മരം വരുമോ? ഈവൻ ലേസ് കുഴിച്ചിട്ടാ ലേസ് മരം വരുമോ? ലേസിനകത്തുള്ള ചിപ്സ് കുഴിച്ചിട്ടാ മരം വരുമോ? ഇല്ല. നത്തിങ് ഇസ് ദെയർ. അത് മരിച്ചുപോയ ഫുഡുകളാണ്. അതിൽ നിന്ന് യാതൊരു ഗ്രോത്തോ യാതൊരു എനർജിയും ഇല്ല. പക്ഷെ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിന് എനർജി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ എനർജിയാണ് അത് എടുക്കുന്നത്. അപ്പോൾ എന്താ, ഇപ്പം കുറേ ഹെവി ഫുഡ് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് തളർച്ച വരും അല്ലെ, നിങ്ങൾക്ക് ക്ഷീണം വരും, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാതെ വരും അല്ലെ. അതാണ് നിങ്ങളിൽ നിന്ന് എനർജി സക്ക് ചെയ്യുന്ന ഫുഡ്. ഓക്കെ, അത് കഴിച്ചാൽ വീണ്ടും വീണ്ടും ടോക്സിൻസ് വരും, നിങ്ങളുടെ എനർജി ലോസ് ആകുന്നതല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനോ എനർജൈസ്ഡ് ലൈഫ് നയിക്കാനോ പറ്റില്ല. അത് ടോക്സിൻസും അസുഖങ്ങളുമാണ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി എനർജൈസ്ഡ് ഗ്രോത്ത് ഫുഡ്. അതെന്താന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രൂട്ട്സ്, കോക്കനട്ട് വാട്ടർ, തേങ്ങാ വെള്ളം, നമ്മൾ കരിക്ക് അതൊക്കെ കഴിക്കത്തില്ലേ, അത് അങ്ങനെയുള്ള കുക്ക് ചെയ്യാത്ത പ്രോസസ്ഡ് ആകാത്ത ഫുഡുകൾ ഒറ്റയടിക്ക് നിങ്ങൾ അതൊന്ന് മാറണമെന്നല്ല, പക്ഷെ പതിയെ പതിയെ നിങ്ങളുടെ ഹാബിറ്റ് നല്ലതാക്കി പ്രോസസ്ഡ് അല്ലാത്ത നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ്, അതായത് ഇറ്റ് സെൽഫ് ആ ഒരു ഫുഡിൽ തന്നെ എനർജി ഉണ്ട് നമുക്ക് കിട്ടാനുള്ള അങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കുക. അല്ലാതെ ജസ്റ്റ് ചുമ്മാ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അബണ്ടൻസ് കിട്ടുന്നില്ല, എൻ്റെ അസുഖം മാറുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നത്തിങ് വിൽ ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ബോഡി വേണം. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെമ്പിൾ ആണ്. ഓക്കെ, ആ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട്, ആ ഒരു ചക്ര ബാലൻസ് കൊണ്ടാണ് പല ആൾക്കാരും പലതും നേടിയെടുക്കുന്നത്. അപ്പോൾ മറ്റാൾക്കാർക്ക് അത് കിട്ടി, എനിക്കിത് കിട്ടിയില്ല എന്ന രീതിയിൽ കംപ്ലൈന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾക്കത് സാധിക്കും. സോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. പല ആൾക്കാരും ഈ ഒരു സീക്രട്സ് ഒന്നും നിങ്ങളടുത്ത് പുറത്ത് വിടത്തില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ ലൈഫ് ബാലൻസ്, ഏതൊരു വ്യക്തിയുടെ ലൈഫ് ബാലൻസും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ പാലിച്ചു നോക്കുക, നിങ്ങൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ആൻഡ് നാളെ എന്ന് പറയുന്നത് വളരെ നല്ല ദിവസമാണ്. ഇഫ് നിങ്ങളിത് പിന്നെ എപ്പോഴെങ്കിലുമാണ് കാണുന്നതെങ്കിൽ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അന്ന് പ്രേ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ മൂൺ തൊട്ട് ഫുൾ മൂൺ വരേക്ക് നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നല്ല നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പം ഇത്രയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. വാട്ടെവർ ഏത് സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുന്നുവോ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടൂ. യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യാനാണ് നമ്മൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത്. നേച്ചറിനോട് അറ്റാച്ച് ആവാൻ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഫുഡ് കഴിക്കാൻ പറയുന്നത്. ദെൻ വിൽ യു അച്ചീവ് ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ദിസ്. നിങ്ങൾ എന്ത് ചോദിച്ചോ അത് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പാതയിലേക്ക് വന്ന് നോക്കൂ. ഈ ഒരു പാതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് വിടുക എന്നതല്ല, പക്ഷെ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യുക, പീസ്ഫുൾ മൈൻഡിലിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കാമായിട്ടിരിക്കാൻ, അതായത് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നൊരവസ്ഥ, അതിലേക്ക് എത്തിച്ചേരുക. അല്ലാതെ ഈ ഒരു ബെസ്സി ഹെക്ടിക് ലൈഫിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് എന്നും ലോസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ താഴെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈവൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ തരക്കും. ബൈ ബൈ.